Friends, welcome back. ഇന്ന് നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന ചാപ്റ്ററിലെ ലെറ്റസ് എസ്എസിലെ എല്ലാ ആക്ടിവിറ്റീസും ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ മുഴുവനായിട്ടും 2 വീഡിയോസ് ആയിട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടു നോക്കൂ. എല്ലാ ആക്ടിവിറ്റീസും കവർ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമുക്ക് സമ്മറി നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് majority of the tribal communities live in the hilly regions or other remote areas അല്ലേ? അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എവിടെയാണ് ജീവിച്ചിരുന്നത്? കുന്നുകളുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസ് അതായത് ഉൾപ്രദേശങ്ങളിലോ ആണ് ജീവിച്ചിരുന്നത്. The tribal communities have unique culture and lifestyles. ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് അവരുടേതായിട്ടുള്ള കൾച്ചറും സംസ്കാരവും അതുപോലെ ജീവിത രീതിയും ഉണ്ടായിരുന്നു. The language and culture of the tribal societies are transmitted orally. അതായത് അവരുടെ ലാംഗ്വേജും സംസ്കാരവും എല്ലാം പറഞ്ഞ് തന്നെ അറിയപ്പെട്ടതാണ്. അവർക്ക് പ്രത്യേകിച്ച് റെക്കോർഡ്സ് ഒന്നും അവർ സൂക്ഷിച്ചിട്ടില്ല, അവരെങ്ങനെയാണ് ജീവിച്ചത് എന്ന്. പറഞ്ഞു കേട്ട അറിവിലാണ് അവരുടെ ഭാഷയും സംസ്കാരവും എല്ലാം ട്രാൻസ്മിറ്റ് ആയിട്ടുള്ളത്. പ്രൈമറി റിലേഷൻസ്, agro based occupations, importance of neighborhood and family relations, influence of festivals etc. are the features of villages. അതായത് അവർ തമ്മിലുള്ള റിലേഷൻസ്, പിന്നെ അഗ്രോ ബേസ്ഡ് ഓക്കുപ്പേഷൻസ് അതായത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ, ഇമ്പോർട്ടൻസ് ഓഫ് നെയ്ബർഹുഡ് ആൻഡ് ഫാമിലി റിലേഷൻസ് അതായത് അവരുടെ അയൽപക്കവും പിന്നെ ഫാമിലി തമ്മിലുള്ള റിലേഷൻസിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, പിന്നെ ഫെസ്റ്റിവൽസിന് അവർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെയാണ് വില്ലേജസിൻ്റെ മേജർ ഫീച്ചറായിട്ട് പറയുന്നത്. സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി. നമ്മൾ പട്ടണങ്ങളിൽ എങ്ങനെയാണെന്ന് കണ്ടു. അതായത് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഡൈവേഴ്സിറ്റിയാണ് അവിടെ. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ, ജോലി എങ്ങനെയായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ട് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ മൊബിലിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി. അപ്പോൾ ഇവയൊക്കെയാണ് എന്ത്, അർബൻ സൊസൈറ്റിയുടെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സ്ലംസ്, പൊല്യൂഷൻ, ട്രാഫിക് കൺജഷൻ എക്സെട്ര ആർ ദ മേജർ അർബൻ പ്രോബ്ലംസ്. അവിടെ എന്ത് മാത്രമല്ല, നല്ലത് മാത്രമല്ല പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അതായത് സ്ലംസ്, ചേരികൾ ഉണ്ടായിരുന്നു, മലിനീകരണം ഉണ്ടായിരുന്നു, ട്രാഫിക്കിൻ്റെ തിക്കും തിരക്കും ഉണ്ട്. അതൊക്കെയാണ് പ്രോബ്ലംസ്. Most of the problems in cities can be solved by systematic planning. അതായത് കറക്റ്റ് ആയിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ സിറ്റീസിലുള്ള പ്രോബ്ലംസിന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി? അപ്പോൾ ട്രൈബൽ സൊസൈറ്റിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ജനറലി ദ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹിൽസ്, ഫോറസ്റ്റ് ഓർ isolated valleys. Each tribal group lives together in a particular area. Their lifestyles are totally different from that of other communities. അതായത് ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ്, ട്രൈബൽസ് ഒക്കെ എവിടെയാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്? ഹിൽസിലോ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന താഴ്വരകളിലോ ആയിരിക്കും. ഈച്ച് ട്രൈബൽ ഗ്രൂപ്പ് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഇനി അവരുടെ ലൈഫ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് വേറെ കമ്മ്യൂണിറ്റീസുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ഉണ്ടാവും ഓരോ കമ്മ്യൂണിറ്റിക്കും. ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഗാദറിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആർ ദ മീൻസ് ഓഫ് ലിവിങ് ഓഫ് ദീസ് ട്രൈബ്സ്. ഇവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ട്രഡീഷണൽ ടൈപ്പ് അതായത് പരമ്പരാഗതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന കൃഷി രീതിയും ഉള്ള കൃഷി ചെയ്തിട്ടും പിന്നെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കാട്ടിലുള്ള വിഭവങ്ങൾ ശേഖരിച്ചുമാണ് ഇവർ ജീവിച്ചിരുന്നത്. പിന്നെ ട്രഡീഷണൽ ആർട്ടിസൻ വർക്ക്സും ഉണ്ടായിരുന്നു. അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് പോലുള്ള വർക്ക്സിലും അവർ ഏർപ്പെട്ടിരുന്നു. Every tribal society has its own language. These dialects have no script. അതായത് ഓരോ ട്രൈബൽ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള ഭാഷ ഉണ്ടായിരുന്നു. അതിന് ഈ സംസാരിക്കുന്നതിന് സ്ക്രിപ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. അതായത് അവർക്ക് പ്രത്യേകിച്ചുള്ള ഗ്രാമറോ അങ്ങനെ റൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഭാഷയ്ക്ക്. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി.
ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഇൻ റൂറൽ സൊസൈറ്റി. നമ്മൾ ആദ്യം കണ്ടു ട്രൈബൽ സൊസൈറ്റി, പിന്നെ റൂറൽ കണ്ടു, പിന്നെ അർബൻ കണ്ടു അല്ലേ. അപ്പോൾ റൂറൽ സൊസൈറ്റിയിൽ നിന്ന് കുറേ ചേഞ്ചസ് വന്നപ്പോഴാണ് എന്തായി മാറിയത്, സിറ്റീസായി മാറിയത്. അപ്പോൾ നമുക്ക് കുറേ ചേഞ്ചസ് കണ്ടു, അതെന്തൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് were ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ അല്ലേ. ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ്, അവർ പരസ്പരം അടുത്ത് ഇടപഴകുന്നവരായിരുന്നു, പിന്നെ പരസ്പരം നന്നായി അറിയുകയും ചെയ്യും. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഒക്കുപ്പേഷൻസ് ഓഫ് ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അഗ്രികൾച്ചറും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു അവിടെ പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. But most of the agriculture lands became a land of concrete buildings and people started engage in other occupations rather than agriculture related activities to make more money. അതായത് പിന്നീട് എന്ത് ചേഞ്ചാണ് ഉണ്ടായത്, കുറേ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഒക്കെ എന്തായി മാറി, അതൊക്കെ മാറ്റിയിട്ട് കോൺക്രീറ്റ് ബിൽഡിങ്സ് പണിയാൻ തുടങ്ങി. അതിനുശേഷം പീപ്പിൾ വേറെ തരത്തിലുള്ള, അതായത് കൃഷിയുമായി റിലേറ്റഡ് അല്ലാത്ത ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി, കുറേ പൈസ ഉണ്ടാക്കാനായിട്ട്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഹാഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ട്രഡീഷണൽ വില്ലേജസ് അല്ലേ. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഒരു സിസ്റ്റം തന്നെ ആയിരുന്നു എവിടെ, ഗ്രാമപ്രദേശങ്ങളിൽ. അതിന് അവർക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ന്യൂക്ലിയർ ഫാമിലിയാണ്, അതായത് ചെറിയ കുടുംബമാണ്. ഇനി നട്ട്ഷൽ മെനി ഓഫ് ദ വില്ലേജസ് ഡു നോട്ട് റീറ്റെയിൻ ദെയർ ഒറിജിനൽ ഫോം എനിമോർ. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കുറേ വില്ലേജസ് ഒന്നും ഇനി ആ ഒറിജിനൽ ഫോമിലേക്ക് റീറ്റെയിൻ ചെയ്യില്ല. വില്ലേജസ് ട്രാൻസ്ഫോം ഇൻ ടു ടൗൺസ്, ടൗൺസ് ഇൻ ടു സിറ്റീസ് ആൻഡ് സം സിറ്റീസ് ഇൻ ടു മെട്രോ സിറ്റീസ്. അതായത് വില്ലേജസ് എങ്ങനെയായി മാറി, മുകളിൽ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ ആയിട്ട് ടൗൺസ് ആയി മാറും, പിന്നെ ഈ ടൗൺസ് എല്ലാം സിറ്റീസ് ആയി മാറും, സിറ്റീസ് എല്ലാം അതിലെ സം സിറ്റീസ് മെട്രോ സിറ്റീസ് ആയിട്ട് മാറും. ദി സിറ്റീസ് അട്രാക്ട് ദ വില്ലേജ് ഫോക്ക് ഓഫറിംഗ് ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ എക്സെട്ര. അതായത് സിറ്റീസ് വില്ലേജ് പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യും. എങ്ങനെ, നല്ല ജോലി സാധ്യതകൾ, നല്ല ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സാധ്യതകൾ, ഇതെല്ലാം ആരെ അട്രാക്റ്റ് ചെയ്യും, വില്ലേജിലെ പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും വരാനിരിക്കുന്നത്. അടുത്തതാണ് അർബൻ ലൈഫ് ഈസ് ഹെൽ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അർബൻ ലൈഫ് ഈസ് ഹെൽ എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു നഗരം എടുക്കുകയാണെങ്കിൽ അവിടെ കുറേ സാധ്യതകളുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് എന്ത് പറയാം, ഐ ക്യാൻ ഓൺലി പാർഷ്യലി അഗ്രി ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് കുറച്ച് പകുതി മാത്രമേ അഗ്രി ചെയ്യാൻ പറ്റുള്ളൂ, ബുദ്ധിമുട്ടാണ് എന്ന് പകുതി മാത്രമേ അഗ്രി ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അർബൻ ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അതായത് നഗരത്തിലുള്ള ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സിറ്റീസ് അട്രാക്ട് മെനി അല്ലേ, സിറ്റീസ് കുറേ പേരെ അട്രാക്റ്റ് ചെയ്യും. ബട്ട് ദർ ആർ റീസൺസ് ഫോർ സിറ്റീസ് ടു ബി ഡിസ്ലൈക്ഡ് ആസ് വെൽ. പക്ഷേ സിറ്റീസിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണവും ഉണ്ട്. ട്രാഫിക് കൺജഷൻ ഈസ് വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലംസ് ഇൻ എ സിറ്റി. അതായത് നമുക്കറിയാം ട്രാഫിക് ഫുൾ തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും അവിടെ. ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് വെഹിക്കിൾസ് കോസസ് എയർ പൊല്യൂഷൻ. ഇങ്ങനെ കൂടുതൽ വാഹനങ്ങൾ, പേഴ്സണൽ വാഹനങ്ങൾ കൂടുമ്പോൾ എന്തുണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവും. ദിസ് ലീഡ്സ് ടു മെനി ഡിസീസസ്. ഇതുകൊണ്ട് കുറേ രോഗങ്ങളും ഉണ്ടാവും. സ്കാർസിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ഓൾസോ എ മേജർ പ്രോബ്ലം. അവിടെ ശുദ്ധജലം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, അതും ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. It is a reality that cities possess many facilities as well. അതായത് ഫെസിലിറ്റീസ്, കുറേ സൗകര്യങ്ങളുണ്ട് സിറ്റീസിൽ, അതൊരു സത്യസന്ധമായ കാര്യമാണ്. സിറ്റീസ് ആർ ഓൾസോ സെൻറ്റേഴ്സ് ഓഫ് സെവറൽ പ്രോബ്ലംസ്. അതും സൗകര്യങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എന്തുകൂടി ഉണ്ട്, കുറേ പ്രോബ്ലംസിൻ്റെ ഒരു സെൻറ്റർ കൂടിയാണ് സിറ്റീസ് എന്ന് പറയുന്നത്. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ടഫ് ടു ലിവ് ഇൻ സിറ്റീസ്. ചില പീപ്പിളിന് എങ്ങനെ തോന്നും, അതായത് ബുദ്ധിമുട്ടാണ് സിറ്റീസിൽ ജീവിക്കാൻ എന്ന് തോന്നും. ബോത്ത് ദ അപ്പർ ക്ലാസ് ഹു എൻജോയ് ഓൾ കംഫേർട്സ് ഇൻ ലൈഫ് ആൻഡ് ദ പുവർ ലോവർ ക്ലാസ് ഇൻ സ്ലംസ് ലിവ് ഇൻ ദ സിറ്റീസ്. അതായത് സിറ്റീസിൽ എങ്ങനെയുള്ള ആൾക്കാരാണുള്ളത്, അപ്പർ ക്ലാസ്, അവർക്ക് ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന അപ്പർ ക്ലാസ് പീപ്പിൾ ഉണ്ട്. അതുപോലെ
അതുപോലെ സ്ലംസിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പുവർ ലോവർ ക്ലാസ് പീപ്പിളും സിറ്റീസിലുണ്ട്. മെനി ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ദ സിറ്റീസ് അഫക്റ്റ് ഓൾ ഓഫ് ദം. എന്നാൽ സിറ്റീസിലുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ഈ രണ്ട് ക്ലാസ്സിലുള്ള പീപ്പിളിനെയും അഫക്റ്റ് ചെയ്യും. അടുത്ത നമുക്കൊരു കമ്പാരിസൺ ആണ്. കമ്പയർ ആൻഡ് ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ്. റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാം. Rural society, urban society. Rural areas usually don't have much development. അല്ലേ, ഗ്രാമപ്രദേശങ്ങളിൽ അധികം ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, വികസനം ഉണ്ടാവില്ല. അർബൻ ഏരിയാസ് ഹാവ് മോർ ഡെവലപ്മെൻറ്റ്. എന്നാൽ പട്ടണങ്ങളിലോ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. റൂറൽ ഏരിയാസ് യൂഷ്വലി ഹാവ് എ ലോട്ട് ഓഫ് വേക്കൻറ്റ് ലാൻഡ്സ് വിത്തൗട്ട് മച്ച് ഡെവലപ്മെൻറ്റ്. റൂറൽ ഏരിയാസിൽ കുറേ വേക്കൻ്റ് ആയിട്ട്, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെ അത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ കുറേ വേക്കൻറ്റ് ലാൻഡ്സ് അവിടെ ഉണ്ടാവും. ലാൻഡ് ഇൻ അർബൻ ഏരിയാസ് ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. അർബൻ ഏരിയാസിൽ എവിടെയെങ്കിലും വേക്കൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്തിനു യൂസ് ചെയ്യും? ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അതായത് പുതിയ കമ്പനി അല്ലെങ്കിൽ ഫാക്ടറീസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. റൂറൽ ഏരിയാസ് ആർ സ്പാർസ്ലി പോപ്പുലേറ്റഡ്. റൂറൽ ഏരിയാസിൽ തിരക്കൊന്നും ഉണ്ടാവില്ല, അതായത് ജനങ്ങൾ സ്പാർസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കും, അതായത് അവിടെ ഇവിടങ്ങളിൽ ആയിട്ട് താമസിക്കുന്നവരായിരിക്കും. അർബൻ ഏരിയാസ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. അർബൻ ഏരിയാസിലാണെങ്കിലോ തിക്കും തിരക്കുള്ള ജനങ്ങളായിരിക്കും, എല്ലാവിടെയും ആൾതാമസം ഉണ്ടായിരിക്കും. ജോബ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ജോബ്സ് എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ, കൃഷിയുമായിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ജോബ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ സർവീസ് ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് നഗരങ്ങളിലാവുമ്പോൾ ഇൻഡസ്ട്രീസ്, വ്യാവസായികപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും നിർമ്മിക്കുന്നത്, അങ്ങനത്തെ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. പിന്നെ ട്രേഡ്, വ്യാപാരം, കൊമേഴ്സ്, അതുപോലെ ഓരോ, അതായത് ജോബ്സ്, അവിടെയുള്ള ജോബ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ റിലേറ്റഡ് ആയിരിക്കും, പിന്നെ ട്രേഡ് റിലേറ്റഡ് ഒക്കെ ആയിരിക്കും. ലോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. പരിസ്ഥിതി മലിനീകരണം ഗ്രാമപ്രദേശങ്ങളിൽ കുറവായിരിക്കും. ഹൈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അറിയാലോ, പട്ടണങ്ങളിൽ പരിസ്ഥിതി മലിനീകരണം കൂടുതലായിരിക്കും. ലോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. റൂറൽ ഏരിയാസിൽ എല്ലാവിടെയൊന്നും റോഡ് സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കുറവ്, അതിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഹൈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആയിരിക്കും ഇവിടെ അർബൻ ഏരിയാസിൽ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലെറ്റ് us assess ആക്ടിവിറ്റീസ്. എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക്